മൃദുലേ, എന്താ? എനിക്ക് മണി 5 കഴിഞ്ഞു. എവിടെയെങ്കിലും പോണോ? പോണം. കൊയിലാണ്ടിക്ക് രാവിലെ എക്സസൈസ് ചെയ്യണം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വാ പോവാം. ചേട്ടൻ പോയിക്കോ. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാണുള്ളതെന്ന് ഫെമിനിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുണ്ടടി. വാ എനിക്ക് ഓടാം. ഓടാനോ? വ്യായാമത്തിന്, ശരീര സൗന്ദര്യത്തിന്. അതിന് ഞാൻ ഡാൻസ് ചെയ്യാനുണ്ടല്ലോ. ചേട്ടൻ ഓടിയേച്ചു വാ, എനിക്കൊരു 7:30 വരെയെങ്കിലും കിടക്കണം. എന്നാ പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെ കിടന്നുറങ്ങ്, നമുക്ക് വൈകിട്ട് കാണാം. വൈഫ് വന്നില്ലേ ഓടാൻ? ഇല്ല. കല്യാണം കഴിഞ്ഞാൽ കൂടെ ഓടാൻ പങ്കാളി ഉണ്ടാവും പറഞ്ഞിട്ട്. അവള് കൊച്ചു പെണ്ണല്ലെന്നേ. കാലിന് സ്വാധീനക്കുറവല്ലോ ഉണ്ടോ? ഇല്ല. മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഇല്ലെന്നേ. എന്നാ ഉടനെ ഉണ്ടാവും. അപ്പൊ എന്നെ കൺസൾട്ട് ചെയ്യാൻ പഠിക്കല്ലേ? വൈഫ് വന്നില്ലേ? ഇല്ല. ഭാര്യ വന്നില്ലേ കൂടെ ഓടാൻ? ഭാര്യ നിന്റെ അമ്മയുടെ. രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യാൻ ഏൽപ്പിച്ചൊക്കെ മറന്നോ? എന്ത്? ഫ്ലവർ വേസിലെ വാടിയ പൂ മാറ്റിയിട്ട് പുതിയത് വെച്ചില്ല. തലേന്നത്തെ പത്രം മാറ്റിയിട്ടില്ല. അന്നന്നത്തെ പത്രവും മാഗസിനും മാത്രമേ ടീ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഇത്രയും കാലം ചേട്ടനല്ലേ ചെയ്തോണ്ടിരുന്നേ? ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ? അത് പറ്റില്ല. വീട്ടിലെ പെണ്ണുങ്ങളെ അതൊക്കെ ചെയ്യേണ്ടത്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാലറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം. ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാവൂ. അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഒന്നും അങ്ങോട്ട് പറയിപ്പിക്കാതെ അറിഞ്ഞു ചെയ്തൂടെ? ചെയ്യാന്നേ. ചേട്ടൻ പോയി കുളിക്കാൻ നോക്ക്. പത്രവായന കഴിഞ്ഞിട്ടുള്ളൂ കുളി. ഞെടുക്ക്. ആഹാ, അത് കൊള്ളാം. ഞാൻ വായിക്കല്ലേ? ഓട്ടം കഴിഞ്ഞ് വന്നാൽ ഉടനെ പത്രവായന. ആ നേരത്തിനുള്ളിൽ വിയർപ്പാറും. അത് കഴിഞ്ഞ കുളി. അതാണ് എന്റെ രീതി. എണീറ്റാൽ ഉടനെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിലും എനിക്ക് പത്രം കിട്ടണം. മൃദുലേ, നീ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനെ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ ഇവിടെ തന്നെ ഇരിക്കല്ലേ? സൗകര്യം പോലെ ഇത് വായിക്കാലോ. വാർത്ത ചൂടോടെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ആറിയ കഞ്ഞി പഴങ്കഞ്ഞിന്നല്ലേ. ഇതാർക്ക് വേണം? കാർഷിക വാർത്തയും പരസ്യം അല്ലാതെ ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്? ഇരുന്ന് വായിക്കി. എന്നിട്ട് എന്താകാൻ? അവള് വരച്ച വരെ കൂടി അവള് പോകൂ. നാളെ മുതൽ ഒരു പത്രം കൂടി ഇടാൻ പറ. അതേ നടക്കൂ. അതെ, തുടക്കത്തിലെ ഇങ്ങനെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയാലേ സംഗതി ആകെ താറുമാറാകും. പുരുഷൻ ആഗ്രഹിക്കുന്ന വഴിയെ സ്ത്രീയെ കൊണ്ടുവരണം. അതാണ് വിവാഹ ജീവിതത്തിന്റെ വിജയം. അതിനവള് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു സാഹചര്യത്തിൽ നിന്നും ശീലത്തിൽ നിന്നും വന്നതല്ലേ? നിന്റെ ശീലങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ഒരു ചെടി തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ വേര് പിടിച്ച് പച്ച പിടിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇതും അത്രേ ഉള്ളൂ. ശരിയാവൂല്ലേ? ശരിയാവാതെ എവിടെ പോവാനാ? അപ്പോഴും പെട്ടി എന്റെ എത്തിയോ? മണി 1 കാണാഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നു. കൈ കഴുകിക്കോളൂ, ഊണ് റെഡി. ഊണ് വെച്ചോ? പതിവ് പോലെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലേക്ക് ഓടാൻ തയ്യാറായി വരികയായിരുന്നു ഞാൻ. എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അതിന്റേതായ സമയമാകുമ്പോ ശരിയാവുമെന്ന്. സംഗതിയൊക്കെ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്റെ ചിട്ടകളും ശീലങ്ങളും ഒക്കെ ആയിട്ട് താൻ പൊരുത്തപ്പെട്ടു വരുമെന്ന്. ഒരു പേടിയും വേണ്ട. ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റും. പക്ഷെ കുറച്ച് ദിവസം എടുക്കുന്നു മാത്രം. അപ്പൊ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് എന്നെ ചൂടാക്കാനായിരുന്നു അല്ലേ? ചേട്ടൻ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. നാളെ മുതൽ അതൊക്കെ റെഡി ആയിരിക്കും. പറയട്ടെ? പറയുന്നേ. മെഴുക്കുവരട്ടിയുടെ എല്ലാ ഐറ്റംസും. ഫോർ എക്സാമ്പിൾ നാടൻ പയറ്, വെണ്ടയ്ക്ക, കൂർക്ക, അമരയ്ക്ക, ബീൻസ്, പാവയ്ക്ക, പയറ് തീയല്, വഴുതനങ്ങ തീയല്, തേങ്ങാ ചമ്മന്തി. മതി മതി, ഇനി കഴിച്ചാട്ടെ. ഈ പറഞ്ഞതൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാക്കി തരാൻ ഞാൻ അവളോട് പറയാം. അവളോ? ആര്? സത്യഭാമേ. എന്തോ? ഇതാ ഇവിടുത്തെ സാറ്. അച്ഛനൊരു കാര്യം ഏറ്റതാ. ചോറി കല്ലുണ്ട്, നോക്കിയിടണം. ഒന്നിനും രുചിയില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കഴിക്കുന്നേ. ചേട്ടന്റെ നാക്ക് എനിക്ക് വലിയ പരിചയമില്ലല്ലോ. ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് 1-2 ആഴ്ച കഴിയുമ്പോ ശരിയാവുമെന്ന്. നമ്മുടെ രീതിയായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരണം, അത്രേ വേണ്ടൂ. രുചിയില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടി വിടുങ്ങണ കണ്ടില്ലേ? എന്നാ വെള്ളം കുടിക്ക്. ചേട്ടാ, ചേട്ടനത് കാണുന്നില്ലേ? നല്ല സീരിയലാ.
ഇവിടെ അണ്ടർവെയർ തേക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നെയാണ് പൈങ്കിളി സീരിയല്. അവിടെ എന്തെടുക്കുക? അല്ല, തേക്കിയായിരുന്നോ? എന്നോടെന്താ പറയാഞ്ഞത്? നിനക്ക് അവിടെ സീരിയല് കണ്ടേ? പിന്നെ അത് മിസ്സാക്കാൻ പറ്റുമോ? നാളെ പുറത്തോട്ടിറങ്ങാൻ തേച്ചതൊന്നുമില്ല. ഇതും കൂടെ ഒന്ന് തേച്ചേരേ. മോളവിടെ നിന്നേ. എന്റെ അച്ഛൻ യാത്ര പോകുമ്പോ യാത്രയുടെ ടെൻഷനെ അറിയാറില്ല. എത്ര ദിവസത്തേക്കുള്ള യാത്രയാണ്, എത്ര ജോഡി ഡ്രസ്സ് വേണം, പിന്നെ ബ്രഷ്, എണ്ണ, സോപ്പ്, ചീപ്പ് എന്ന് വേണ്ട, ഇതൊക്കെ അമ്മ തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് പെട്ടി ഒരുക്കിയിരിക്കും. അത് കണ്ടാ ഞാൻ വളർന്നത്. അയ്യോ, എന്റെ അച്ഛൻ നേരെ തിരിച്ചാ. എന്നെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല. എല്ലാം സ്വയം ചെയ്യണം. ഗാന്ധിയനല്ലേ, സ്വാശ്രയ ശീലം. എന്തെങ്കിലും പറയാനൊക്കുവോ? സീരിയല് തീരും, വേഗം ചെല്ല്. ശരിയാ. ആ പെട്ടിയിലെല്ലാം എടുത്തു വെച്ചില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. രാവിലെ എപ്പോഴാ പോവേണ്ടത്? 6 മണിക്ക് ഇറങ്ങണം. എന്നാ ഉറക്കൊളിക്കണ്ട, കിടന്നോ. ഞാൻ ഒരാഴ്ച മാറി നിൽക്കുന്നില്ല, നിനക്ക് വിഷമമൊന്നുമില്ലേ? അത് പിന്നെ കാണാതിരിക്കോ? എന്ന് വെച്ച് കണ്ണീരൊലിപ്പിച്ച് നിലവിളിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ ഇന്ന് നരേന്ദ്രന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് പലരും എന്നോട് ചോദിച്ചു, നിനക്ക് വിശേഷം വല്ലതുണ്ടോന്ന്. ആ, കല്യാണം കഴിഞ്ഞാലുടനെ നാട്ടുകാർക്ക് അറിയേണ്ടത് അതാണല്ലോ. ഒരു 3 വർഷത്തേക്ക് അങ്ങനെ ഒരു വിശേഷത്തെ പറ്റി ആലോചിക്കുന്നേ ഇല്ലെന്ന് ചേട്ടന് പറയായിരുന്നില്ലേ? 3 വർഷോ? മൃദു എന്ത് വിഡ്ഢിത്തായി പറയുന്നത്? എന്ത് വിട്ടിത്തം? ഇപ്പൊ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 50ഓ 55ഓ വയസ്സാ. എനിക്കേ ഇപ്പൊ തന്നെ വയസ്സ് 30 കഴിഞ്ഞു. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായാലേ നമ്മുടെ കാറ്റ് പോകുന്നതിന് മുമ്പ് അവന് പ്രായപൂർത്തിയാകും. മാത്രോ ഓരോ വർഷം കഴിയുന്തോറും സ്കൂൾ അഡ്മിഷനും വിദ്യാഭ്യാസവും ഒക്കെ വലിയ പ്രശ്നമായി വരികയല്ലേ കൂട്ടാ. അപ്പൊ വീടിന്റെ പ്ലാന് മാത്രമല്ല, ജീവിതവും വരച്ചു വെച്ചിരിക്കുകയാണല്ലേ? ജീവിതത്തെ കുറിച്ച് ഇത്രയ്ക്ക് കണക്കൂട്ടേണ്ട ഒരു കാര്യമില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. പ്രസവത്തോടെ ചില സ്ത്രീകൾ മരിക്കാറില്ലേ? ഓ, അതാണോ കാര്യം? അതിലൊന്നും വലിയ കാര്യമില്ല. കാൽക്കുലേഷൻസിലൊന്നും വലിയ അർത്ഥമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നു. എനിക്കവിടെ പ്രാന്തളകി തുടങ്ങി. മുമ്പിലൊന്ന് കിടക്കുകയും ചെയ്യും, മനുഷ്യനോട്ട് തൊടിയിക്കില്ലെന്ന് പറഞ്ഞു. അതേ, എന്താ? ഒന്നുമില്ല, ഉറങ്ങിക്കോളാൻ. ആ, എന്ത്? ചേട്ടാ ഇറങ്ങാറായോ? ആ, ഇറങ്ങായി. എന്നാ ലൈറ്റ് കെടുത്തിക്കോട്ടെ. മണി 6 കഴിഞ്ഞു. ഇനി ഉറങ്ങാൻ പോവാണോ? താമസിച്ചല്ലേ കിടന്നത്, കുറച്ചുകൂടെ ഉറങ്ങട്ടെ. സാർ ഇറങ്ങുകയാണോ? ഞാൻ ഇപ്പൊ ചായ ഇട്ട് തരാം. ചായയും കാപ്പിയൊന്നും വേണ്ട, ആദ്യം ചൂലും കൊണ്ട് പോ. മൃദുല എണീറ്റില്ലേ? അവൾക്ക് നല്ല സുഖമില്ല. ഞാൻ കിടന്നോളാൻ പറഞ്ഞു. പോട്ടെ, സമയായി. അച്ഛനെ അവർക്കൊന്ന് പരിചയപ്പെടണമെന്ന്. ആവേശമുണർത്തുന്ന സംസാരം ഞാൻ കേട്ടു. ആരാ അവര്? ഇവിടെ അടുത്തുള്ളവരാ, മഹിളാ സമാജത്തിന്റെ പ്രവർത്തകരാ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ പരിചയപ്പെടണമെന്ന് വലിയ നിർബന്ധം. മഹേഷ് ടൂർ പോയിരിക്കുന്നുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതിനാൽ അവൻ പ്രത്യേകം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നതെന്ന് നീ അവരെ ധരിപ്പിച്ചില്ലേ? നമ്മുടെ കുടുംബകാര്യം തന്നെ അവരെ അറിയിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ മരുമോന്റെ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കുകയാണെന്നല്ലേ അവര് വിചാരിക്കുക? വിചാരിച്ചാൽ എന്താ? എന്താന്നോ, ഞാനൊരു ഗാന്ധിയനല്ലേ മോളെ. ഒരു ഗാന്ധിയൻ അധികം ദിവസവും ആരുടെയും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ല എന്ന്
മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് നീ മറന്നോ മോളെ? ആദർശം പറയാണ്ട് ആ തൊപ്പി കൂരി വെച്ചിട്ട് അച്ഛനൊന്ന് അപ്പുറത്തോട്ട് വന്നേ. അപ്പൊ പറഞ്ഞതുപോലെ 12-ാം തീയതിയിലെ കാര്യം മറക്കല്ലേ. ആ വരട്ടെ. എന്താ മഹിളാമണികൾ പതിവില്ലാതെ ഇവിടെ? പതിവില്ലാത്തതല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. സാറ് കാണാഞ്ഞിട്ടാ. വരട്ടെ. ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണത് തന്നെ. ഉലഹന്നാൻ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സ്വന്തം വീട്ടിലെ വല കയ്യെത്തി അടിക്കത്തില്ല, സമൂഹത്തിലെ മാറാല അടിക്കാൻ ഇറങ്ങിയിരിക്കുക. സമൂഹത്തിലെ മാറാല അടിച്ചിട്ട് സൗകര്യമായിട്ട് വീട്ടിലെ മാറാല അടിച്ചാ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, സമൂഹം വൃത്തിയായിട്ട് വരുമ്പോഴേക്കും വീട് ഭാർഗവി നിലയം പോലെ ആവൂല്ലേ മൃദുലയുടെ അച്ഛാ? അതെ അതെ അതെ. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പറയാതിരിക്കും മഹിയുടെ അമ്മായിയച്ഛ? ഓരോ വീട് നന്നായ മതി, നാട് താനേ നന്നായിക്കോളും. അതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ വീട് നന്നാക്കാനുള്ള തത്രപ്പാടിലല്ലേ? വളരെ ശരിയാ. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. നാരങ്ങ വെള്ളം. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന വരുന്നത്? പിന്നല്ലാതെ. ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ? ശരിയാ, അതിനവര് സംഭാവന തന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തുറന്നു പറയണം, സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ? ഒരു തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്കിപ്പില്ല. അത് സാർ ഇപ്പൊ കഴിക്കാത്തോണ്ടാ. വല്ലപ്പോഴും 1-2 പെഗ് വീശണം. അനാവശ്യം പുലമ്പരുത്. കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ. ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ? വാസ്തവം. പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നുമില്ലല്ലോ. പിന്നെ സാർ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാതിരിക്കാൻ കമ്പനി തരണമെന്ന് പറഞ്ഞിട്ടാ മഹേഷ് പോയത്. അതാ ഞാൻ വന്നത്. എന്താ? അതെ, നേരെ ഇത്രയല്ലേ ആയുള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങണോ? എന്ത്? പകലെങ്കിലും നിരോധനം ഏർപ്പെടുത്താന്ന് വിചാരിച്ചാ അതിനും സമ്മതിക്കില്ല. സോഡ നിർബന്ധം ഉണ്ടാവോ ആവോ? മോളെ 2 ഗ്ലാസ് ഇങ്ങനെ എടുത്തേ.